വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. ട്രാൻസ്ഫർ ഗുരു ഹാസ് സ്പോക്കൺ. ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നു, നമ്മൾ ഉഗാർട്ടെ ഡീലിൽ നിന്നും പിന്മാറാൻ പോവുകയാണ്. കാരണം അവർ ആവശ്യപ്പെടുന്ന 60 മില്യണാണ്, നമ്മൾ 50 മില്യണേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 10 മില്യൻ്റെ വേരിയേഷൻ്റെ ആ ഒരു റീസൺ കൊണ്ട് തന്നെ നമ്മൾ ആ ഡീലിൽ നിന്നും പിന്മാറും എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ PSG എങ്ങാനും വില കുറയ്ക്കുകയാണെങ്കിൽ വേണമെങ്കിൽ റീവിസിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റ് ടാർഗറ്റുകളിലേക്കാണ് യുണൈറ്റഡ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള തരത്തിൽ ഇന്നലെ രാത്രി ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡങ്കൻ കാസിൽസ് 2 ദിവസം മുമ്പേ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുള്ളി അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ പുള്ളിക്കാരനും യുഗാർട്ടയുടെ ഏജൻറ്റുമായിട്ട് വളരെ ക്ലോസ് ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ യുണൈറ്റഡിൻ്റെ ആൾട്ടർനേറ്റ് ടാർഗറ്റ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മറ്റ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കുറേ പേര്. ഒന്ന് മാർട്ടിൻ സുബമെൻഡി, പിന്നെ ജോയ് വീർമാൻ്റെ പേര് പറയുന്നുണ്ട്. ഡച്ച് ലീഗിലുള്ള മറ്റൊരു ഡച്ച് പാസം പ്ലെയറാണ്, അതെനിക്ക് തോന്നുന്നു ചുമ്മാ എടുത്തിട്ടതാണെന്ന് തോന്നുന്നു. വേറൊരാളുടെ പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൂൾഫ്സിൻ്റെ ഗോമസ് ആണ്. അവിടെയും പറയുന്ന റേറ്റ് 60 മില്യൺ പ്ലസ് ആണ്, അത് പൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും 70 മില്യണൊക്കെ ആവും. ഗോമസിനൊക്കെ അത്രയും പ്രൈസേ, പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി. അതിനുശേഷം വേറൊരാളുടെ പേര് പറയുന്നത് ആൻഡ്രയുടെ കാര്യമാണ്. ഫ്ലുമിനൻസിൻ്റെ പ്ലെയർ, ബ്രസീലിയൻ താരം. 30 മില്യണാണ് ആൻഡ്രയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ ആൻഡ്രയെ പറ്റി ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ആളുടെ പാസ് കംപ്ലീഷൻ, അതുപോലെ തന്നെ ബോൾ ക്യാരി, ഇങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ബ്രസീലിയൻ ലീഗിലെ ടോപ്പ് പ്ലെയറാണ്. പാസിങ്, അതുപോലെ തന്നെ പാസ് അറ്റംപ്റ്റഡ്, ബോൾ റിസീവ് ചെയ്യാനൊന്നും യാതൊരു പേടിയില്ലാത്ത പ്ലെയറാണ്. പ്രസ് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും അണ്ടർ പ്രസ്സിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വളരെ കാം ആൻഡ് കൂൾ പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രോയർ അല്ല. ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ര അടിപൊളിയൊന്നും അല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ കസമീറോക്കുള്ള റീപ്ലേസ്മെൻറ്റിനെയാണ് നോക്കുന്നത്. പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ, ഡിഫൻസീവ് ഷീൽഡിങ് കൊടുക്കുന്ന കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആളത്ര പൊളിയല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും, കസമീറോനെയും ഈ പറയുന്ന ആൻഡ്രേനെ ഒരുമിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ലതായിരിക്കും. പക്ഷേ കസമീറോയുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇൻ ദി മഡ് എന്ന് തന്നെ പറയാം. കാരണം പുള്ളിക്ക് എന്തോ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ സൗദി ക്ലബ്ബുകൾക്ക് ആരും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൊല്ലത്ത് നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സൗദി ക്ലബ്ബുകളും കഴിഞ്ഞ കൊല്ലം കണ്ട പോലത്തെ അത്ര വലിയ ഡീലുകളൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഡേഴ്സൻ്റെ ഡീലിൽ നിന്ന് അവർ പിന്മാറി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സൗദി കൊണ്ടുപോകുന്നുള്ള ആ ഒരു സംഭവമൊക്കെ പോയി. ഇനിയിപ്പോൾ വേറെ ആരും മേടിച്ചുകൊണ്ട് പോകാനാണെന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ കസമീറോ തുടരും, അത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ കസമീറോയ്ക്ക് ഒരു ബാക്കപ്പ്, അല്ലെങ്കിൽ കസമീറോയുടെ ഒപ്പം കളിക്കാൻ പറ്റുന്ന ഒരാൾ. ഇപ്പോൾ കോബി മൈനുവിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു സീസൺ മുഴുവൻ റിലേ ചെയ്യുന്നത് ശരിയല്ല, കാരണം ടീനേജറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്നുള്ള പോലെ ആൻഡ്രെ ഈ പറയുന്ന പ്രൈസിലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആയിരിക്കും. പക്ഷേ അവിടെ ഈ പറയുന്ന വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അതാണ് ആൻഡ്രയുടെ കാര്യം. പിന്നെ ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്യുന്ന വാർത്തകളൊക്കെ തന്നെയാണ് വരുന്നത്. സെയിം മസറാവ് ഡിലിറ്റിൻ്റെ കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും യുണൈറ്റഡ് ഒരു ബിഡുമായിട്ട് ചെല്ലുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ചൊരു ബിഡ്, ഒരു ഡബിൾ, ഈ 2 പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഒരു 60 മില്യൻ്റെ അടുത്തൊരു ബിഡ് വെച്ചു എന്നോ അങ്ങനെ എന്തൊരു സംഭവം കേട്ടിരുന്നു. അപ്പോൾ അത് റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി വിറ്റ്വെല്ലൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. യോറോയുടെ ഇഞ്ചറി ഒരു സീക്രട്ടായിട്ട് വയ്ക്കാനാണ് ശ്രമിച്ചത്. നമുക്ക് ആദ്യം വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 to 5 വീക്സിനുള്ളിൽ തിരിച്ചു വരും എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം അവൻ ക്രച്ചസിൽ നടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ പുറത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ വാർത്ത വന്നു അവൻ്റെ സർജറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 3 മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോങ് ടൈം ഇഞ്ചറി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സെൻറ്റർ ബാക്കിനെ വേണം. അപ്പോൾ അതുകൊണ്ട് ഡിലിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യമായി മാറി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നെഗോഷിയേഷൻ പവറൊക്കെ ബെയ്യേൻ്റെ കയ്യിലാണ്. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംഭവിച്ചുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ ആ ഒരു പവർ ഇല്ല. അപ്പോൾ ബെയ്യൺ ആവശ്യപ്പെടുന്നത് ഒന്നല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മസറാവിയുടെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ആരൻ വാൻ ബിസാക്ക പോകാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നടക്കുന്ന ചില കാര്യങ്ങൾ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സ്പോൺസേഴ്സായ സ്നാപ്ഡ്രാഗൺ, അവർക്ക് ഇന്ത്യയിൽ യുണൈറ്റഡ് ടൂർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗണെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. മാത്രമല്ല യുണൈറ്റഡിനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. യുണൈറ്റഡിന് ഹ്യൂജ് ഫാൻ ബേസ് ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് 4 കൊല്ലം മുമ്പ് യുണൈറ്റഡ് ട്രൈ ചെയ്താണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു, ബിഫോർ കോവിഡ്.
അപ്പോൾ എന്തായാലും മിക്കവാറും അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് ഒരു ടൂറ് അവന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പേർക്കെങ്കിലും യുണൈറ്റഡിൻ്റെ കളി കാണാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.